എന്റെ ജോബിനത് എന്താ അങ്കത്? എടാ ഇവിടത്തെ പ്രേതത്തിന് വന്നപ്പോ തൊട്ടിട്ട് എന്റെ ലുക്കിനോട് എന്തോ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കാണെങ്കിൽ പ്രേതത്തിനെ പണ്ട ഇഷ്ടമല്ല, അതുകൊണ്ട് ലുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. എന്റെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയുന്നില്ല. നീ ഇവിടെ ഇരുന്നേ. നല്ല റിച്ച് കസേര. എടാ വൈ സംഭവം ഈ വീടും പരിസരമൊക്കെ കൊണ്ട് നിനക്ക് എന്താ തോന്നണേ? ഇതൊരു വീടായിട്ടാണ് നിനക്ക് തോന്നുന്നുണ്ടോ? എടാ പറങ്ങാണ്ടി മോറപ്പോ ഞങ്ങൾക്ക് എടുത്തു കാണുമ്പോ നിനക്കൊന്നും തോന്നിയില്ലേ? എടാ ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോ ഇതിന്റെ ഒരു വീടിന്റെ ലുക്കായിരുന്നു. പക്ഷെ എന്തോ ഒരു വശവശക്ക്. ശരി അതോടെ ഇരിക്കട്ടെ. എടാ ജോബിനെ ഒരു സംഭവം ഉണ്ട്. എടാ നിനക്ക് ഈ ആത്മാക്കളിലൊക്കെ വിശ്വാസമുണ്ടോ? ഐ മീൻ ഈ പ്രേതം. എന്ത് ചോദ്യം ചോദിക്കുന്നത്? എടാ എനിക്ക് ദൈവത്തിൽ എന്നെ വിശ്വാസം ഇല്ലാണ്, പിന്നെയാണ് പ്രേതത്തില്. അല്ല നീ ഇപ്പൊ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അതല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കെന്തോ ഇവിടെ ഒരു പ്രേതം ജോബിനെ കം ടു റിയാലിറ്റി. അതല്ല എടാ, അതല്ല, എനിക്കിവിടെ ഒരു പ്രേതം സെറ്റപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. നാണല്ലട ഇത്രയും വയസ്സായിട്ട് പ്രേതത്തിന്റെ പേരും പറഞ്ഞിട്ട് പേടിക്കുന്നു. അതെ അതെ, പേടിച്ച് അപ്പിട്ടാലും വീട്ടിലൊരു കുറവ് വേണ്ടാട്ടാ. ഒരു മാറ്റൂല നിനക്ക്. അതെ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിക്കും. അല്ല പിന്നെ ഞാനിവിടെ പേടിക്കണ്ട. എടാ എനിക്ക് ഈ ലോകത്ത് ആകെ കൂടി പേടിയുള്ളത് എന്റെ കാമുകി ജെസ്സിനെയാണ്. ആ മറുതയുടെ മുന്നിലെങ്ങാനും ഈ യക്ഷി പോയി പെട്ടാണ്ടല്ലോ, അവള് മൂത്രമൊഴിക്കും. മൂത്രം. ഞാൻ ഓക്കെ ആക്കി. ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ആ പേടിക്കണ ജസ്റ്റ് കറണ്ട് പോയതാ. എനിക്ക് തോന്നിയതാവൂലേ? എന്താണോ ഞാൻ പറഞ്ഞ നീ പേടിക്കണ്ട, എനിക്കൊന്നുമില്ലേ. നിനക്ക് എന്താണോ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒന്നും വേറെണ്ടാവുന്നു. നീയാ പിന്നെ ആരാന്ന് നീ എന്തിവിടെ? ഇപ്പൊ അങ്ങനെയാ? എടാ കോപ്പ നീ വിളിച്ചിട്ടില്ലേ ഞാൻ വന്നു? ഞാൻ പറഞ്ഞിട്ടാ നിനക്കെന്താ പ്രാന്താ? എന്റെ ജോലെ സത്യം പറയാലോ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക ഇവിടുത്തെ ഓരോരോ ചേഞ്ചസ്. അതെ, എനിക്ക് കുറച്ചൊക്കെ അറിയാവുന്നോണ്ട് പറയാ, ഇവിടെ അത്ര സേഫ് അല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. കഥയൊക്കെ ഞാൻ ബോധം ഒഴിക്കും. എന്റെ ആയുഷ് നിനക്ക് കുളിക്കാൻ ഇത്ര നേരോ? എടാ ജോൻ, എടാ ജോന, എടാ ജോന, എടാ എടാ ജോന, ഇത് ഭൂതം പ്രേതമൊന്നുമല്ല, നിന്റെ ഭാര്യ ഐഷു. ഒരു പല കളിക്കാണല്ലോ അവന്റെ ഭൂതം പ്രേതം കുറെ നേരെ തുടങ്ങിയിട്ട്. എനിക്കിവിടെ തീരെ ഒക്കെ അല്ല. എനിക്ക് ഇപ്പൊ ഇവിടുന്ന് പോണം. നിനക്കെന്താ ഐഷു പറ്റിയേ? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ഇപ്പൊ ഇവിടുന്ന് പോണം. വാ. നീ മാറിയുന്നു. നീ എന്നിട്ട് കാണിക്കണം. തുറക്കുന്നില്ല. തുറക്കുന്നില്ല, ഞാൻ നേരത്തെ തുറന്നതല്ലേ. പറ്റുന്നില്ലെന്നേ. എടാ ഞാൻ തുറന്നതാണ്. അല്ല പറഞ്ഞു പറ്റുന്നു. ഐഷു
ഇത് നിനക്ക് അവിടെയുള്ള ലക്ഷണം കാണാനില്ല. എന്തിനാ തിരക്ക് പിടിച്ചിരുന്ന രാത്രി തന്നെ പോയിട്ട് നല്ല കാലത്ത് പോയ പോലെ. യേശു യേശു മനസ്സിലായി. അതെ ഇത് എനിക്ക് രണ്ടായിരിക്കുള്ള